സ്വദേശത്തും വിദേശത്തും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും പ്രാവചനിക വിഷയത്തെ ആസ്പദമാക്കി വളരെ ആധികാരികമായി ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന് ദൈവം കൊടുത്തിരുന്ന പ്രത്യേകമായ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ വേണ്ടി നേരത്തെ കടന്നു വന്നു. നേരത്തെ നമ്മളെല്ലാവരും വരുന്നതിനെക്കാട്ടും മുമ്പ്, ഈവൻ ഞാൻ വരുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ദാസൻ വന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. നമ്മുടെ പ്രസംഗിക്കാൻ പറ്റുന്ന സകല പാസ്റ്റേഴ്സിനൊക്കെ പറഞ്ഞ അഡ്വാൻസ് ആയിട്ട് യോഗം തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ഇവിടെ വന്നിരിക്കണം ഇവിടെ പ്രസംഗിക്കാൻ. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാൻ തോന്നുന്നു. ആരെങ്കിലും പ്രാർത്ഥനകൾ കേൾക്കുന്നെങ്കിൽ ഓർത്തോണം, ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവം വരുന്ന പോലെ ഇടയ്ക്കൂടെ വന്ന് എല്ലാവർക്കും ഇങ്ങോട്ട് വന്ന് സ്റ്റേജിലുള്ള മുഴുവൻ കൈ കൊടുത്ത് നോ, അവർ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നവർ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കണം. ഞാനത് ചെയ്യുന്ന ആളാ, ഞാനതിൽ വിശ്വസിക്കുന്ന ആളാ. കാരണം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാസികന് വലിയൊരു ദൈവം വരുന്ന പോലെ ഇങ്ങോട്ട് വന്ന് ഇടവും വലവുള്ളൊക്കെ എല്ലാവർക്കും തട്ടി കണ്ണടച്ച് ആരാധിക്കുന്നവർക്കും കൈ കൊടുത്ത് ഇങ്ങനെ വരും. നോ, നെവർ എവർ ഡു ദാറ്റ്. ഇവിടെ ആരെല്ലാം പ്രാസികനോട് അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. ഇതൊരു പാഠമായിട്ടിരിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സെല്ല വന്നിരിക്കുന്നത്. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ഭയങ്കരനായവൻ, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് കൊടുക്കേണ്ട മഹത്വം, മാനം, പുകഴ്ച എല്ലാവരുടെയും ദൃഷ്ടി അവങ്കൽ പതിഞ്ഞെന്ന. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസൻ തക്ക സമയത്ത് നമ്മളെ മുമ്പേ വന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥന ദിവസങ്ങളിലായിരിക്കാം. 1.25 മണിക്കൂർ കൊടുക്കാമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത്. കുറയ്ക്കുന്നില്ല, 1:20 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് കൂടുതലേ ഉള്ളൂ. സോ എല്ലാവർക്കും സന്തോഷമല്ലയോ? 9 മണിക്ക് മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു പിരിയും. ആരും അതുവരെ എഴുന്നേക്കരുത്.